പ്രോബ്ലം ഇതാണ്. ദ പ്രൊപ്പോർഷൻ ഓഫ് എ പോപ്പുലേഷൻ ഈസ് P is equal to 0.37. Find the mean and standard deviation of the sample proportion obtained from a sample of size 1600. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എഴുതാം. P is equal to എത്രയാണ്? 0.37. Therefore Q സമയം എത്രയായിരിക്കും? Q സമം 1 മൈനസ് 0.37. 1ൽ നിന്ന് 0.37 കുറച്ചാൽ മതി. 1ൽ നിന്ന് 0.37 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 0.63. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്? നമുക്കറിയാം P plus Q is equal to 1. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. P plus Q is equal to 1 ആണ്. Therefore Q ന്റെ വാല്യൂ 1 minus 0.37 that is equal to 0.63. ഇവിടെ n എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. n എന്ന് പറഞ്ഞാൽ എത്രയാ? 1600 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ 3 ക്വാണ്ടിറ്റിയും കിട്ടി. ഇനി നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മീൻ കാണാനായിട്ട് എക്സ്പെക്ടേഷൻ പി ക്യാപ്പിന്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചതിന്റെ P തന്നെയാണ്. Therefore അതിന്റെ ആൻസർ എത്രയാണ്? 0.37. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു 0.37. ഇനി അടുത്ത നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വേരിയൻസ് കണ്ടുപിടിക്കണം. വേരിയൻസ് കാണാനുള്ള ഫോർമുല എന്താണ്? വേരിയൻസ് ഓഫ് പി ക്യാപ് PQ by N എന്നാണ്. അതിൽ P എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.37 ആണ്. Q എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.63 ആണ്. അതിന് N എത്രയാണ്? 1600 ആണ്. 0.37നെ 0.63 കൊണ്ട് ഗുണിച്ചിട്ട് 1600 കൊണ്ട് ഹരിക്കുക. അങ്ങനെ ഹരിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ വേരിയൻസ്. ഇതിന്റെ റൂട്ട് എടുക്കാം. എടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഈ 0.37 into 0.63 by ഇതിനെ നമ്മൾ 0.37 into 0.63 by 1600 ഇതിന്റെ റൂട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.0121 എന്നാണ് നമുക്ക് കിട്ടുന്നത്. Therefore standard deviation of P cap will be 0.0121. എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. ഇത്ര ഉള്ളൂ ഈ പ്രോബ്ലം. ഈ എക്സാമിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ പ്രോബ്ലത്തിൽ അറിഞ്ഞിരിക്കേണ്ട സംഭവം എന്താണ്? എക്സ്പെക്ടേഷൻ പി ക്യാപ് എന്ന് പറഞ്ഞാൽ P എന്നും വേരിയൻസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് PQ by N എന്നും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്തിക്കാൻ കഴിയൂ കേട്ടോ.